നമസ്കാരം. ബിൽഡർമാരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ GST നിയമപ്രകാരം ബിൽഡേഴ്സ് ഫ്ലാറ്റുകളും വില്ലാസും പണിത് വിൽക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ടാക്സ് മാത്രമേ നിലവിലുള്ളൂ. അഫോർഡബിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് അഥവാ 45 ലക്ഷത്തിൽ കുറവുള്ള ചെറിയ വീടുകൾ പണിയുമ്പോൾ 1% GSTയും അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇതിന് 5% GSTയുമാണ്. മാത്രവുമല്ല, ഒരു ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക, അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണെങ്കിൽ വിൽക്കുന്ന ഫ്ലാറ്റുകൾക്ക് GST ബാധകമല്ലാതാകും. അപ്പോൾ ബിൽഡേഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റത്തിനും ഇൻപുട്ട് എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ ലിമിറ്റേഷൻ ക്ലോസ് ഇതിലുണ്ട്. ബിൽഡേഴ്സിനെ സംബന്ധിച്ച് സിമെൻറ്റ് മേടിക്കുമ്പോൾ 28%, ടൈല് വാങ്ങുമ്പോൾ 18%, പ്ലംബിംഗ് ഐറ്റംസിന് 18%, ഹോളോ ബ്രിക്സിന് 5%, ഇങ്ങനെ വിവിധ രീതിയിലുള്ള ടാക്സുകൾ സഫർ ചെയ്താണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ യാതൊരു സിറ്റുവേഷനിലും ബിൽഡർമാർക്ക് ഇൻപുട്ട് പാടില്ല. അപ്പോൾ ഓക്യുപ്പൻസി കിട്ടിയതിന് ശേഷമാണ് ആ ഫ്ലാറ്റിലെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിലെ ഒരു യൂണിറ്റ് നമ്മൾ വിൽക്കുമ്പോൾ അതിന് 5%, 1% കളക്ട് ചെയ്യാനും പാടില്ല. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പ്രൊജക്റ്റിന് കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം വെരിഫൈ ചെയ്യുക. അങ്ങനെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കാണെങ്കിൽ പിന്നീട് നമ്മൾ ആ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള GSTയും ബാധകമല്ല. ഈ കാര്യം കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻറ്റിൽ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും അതുവഴി നമ്മൾ അഡ്വാൻസ് കൊടുത്ത് പണി തുടങ്ങിയാൽ ആ ഫ്ലാറ്റിൻ്റെ മുഴുവൻ വിലയ്ക്കും GST ബാധകമാണ്. ഒരു ഉദാഹരണം വഴി ഞാനിത് കൂടുതൽ വ്യക്തമാക്കാം. ഒരു ഫ്ലാറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നു. 1 കോടി രൂപയാണ് ഫ്ലാറ്റിൻ്റെ വില. ജനുവരി മാസം 1-ാം തീയതി ഞാൻ അതിന് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അതിൻ്റെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുന്നു. ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. അതായത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സെപ്റ്റംബറിനുള്ളിൽ ഞാൻ രണ്ടാമത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 10 ലക്ഷത്തോട് കൊടുത്തു വന്നിരിക്കട്ടെ. അപ്പോൾ ഔട്ട് ഓഫ് 1 കോടി 20 ലക്ഷം രൂപ ഞാൻ കൊടുത്തതിന് ശേഷമാണ് ഈ ബിൽഡർക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ബാലൻസ് 80 ലക്ഷത്തിനും ഞാൻ 5% GST ബിൽഡർക്ക് കൊടുക്കണമെന്ന് ചുരുക്കം. കാരണം ഓക്യുപ്പൻസിക്ക് മുമ്പ് തന്നെ ഞാൻ എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഞാൻ അഡ്വാൻസ് കൊടുത്തു, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു. അപ്പോൾ 20 ലക്ഷം ഓൾറെഡി കൊടുത്തതിന് ശേഷമാണ് ഈ ഓക്യുപ്പൻസി ബിൽഡർക്ക് കിട്ടുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 1 കോടിക്കും 5% GST ഞാൻ കൊടുക്കുവാനും ബാധ്യസ്ഥനാണ്. അതേസമയം സെപ്റ്റംബർ മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഫ്ലാറ്റ് പോയി കാണുകയും അത് ഇഷ്ടപ്പെട്ട് അത് പർച്ചേസ് ചെയ്താൽ അതൊരു വർക്ക്സ് കോൺട്രാക്റ്റുമല്ല, അതിന് GST ബാധകവുമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കസ്റ്റമേഴ്സ് ഫ്ലാറ്റ് മേടിക്കുമ്പോൾ GST നിയമത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ. താങ്ക് യു.